സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നു. ശരത്തിലേക്ക് വരാം തത്സമയം. എല്ലാവർക്കും സ്ഥാനാർത്ഥിത്വം കൊടുക്കാൻ കഴിയില്ല. എല്ലാ പാർട്ടികളിലും അതുണ്ട്. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഈ ഇലക്ഷനിൽ ജയിക്കും ഭൂരിപക്ഷം ഉറപ്പാക്കിയ ഒരു പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ചെറിയ ചെറിയ തർക്കങ്ങളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ അത് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അംഗീകരിക്കുന്നതിൻ്റെ നീക്കങ്ങൾ നടക്കുകയാണ്. അത് പ്രഖ്യാപിക്കേണ്ടത് AICC ആണ്. ചില നിർദ്ദേശങ്ങൾ കൂടിയാണ് അയച്ചു കിട്ടിയത്. പുസ്തകത്തിൽ അതിന് മുഴുവൻ പറഞ്ഞില്ല. ചില നിർദ്ദേശങ്ങൾ അയച്ചു കിട്ടി. ഞാനത് പ്രതിപക്ഷ നേതാവിൻ്റെയും കൂടി പരിഗണനയ്ക്കായിട്ട് അയച്ചിട്ടുണ്ട്. അതിപ്പോൾ അവർ വിത്തിൻ മിനിറ്റ്സ് പ്രതിപക്ഷ നേതാവുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹവും ഇതുപോലെ തന്നെ ഞാനിപ്പം ഇരിട്ടിയിൽ എൻ്റെ നിയോജകമണ്ഡലത്തിൽ നടത്തിയതുപോലുള്ള ഒരു ഗംഭീരമായ റോഡ് ഷോയിലാണ് അദ്ദേഹം പറവൂരിൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ചിലപ്പോൾ സംസാരിക്കും. ഞാനല്ല പ്രസിദ്ധീകരിക്കേണ്ടത്. AICC കണ്ട കാര്യങ്ങൾ ഫൈനൽ കാര്യങ്ങളല്ലല്ലോ. നിർദ്ദേശമാണ്. അത് ജനങ്ങളുടെ പ്രതികരണമാണ്. ജനങ്ങൾ LDFന് എതിരാണ്, UDFന് അനുകൂലമാണ്. പേരാവൂരിലെ ജനങ്ങൾ MLA എന്ന നിലയിൽ എൻ്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നു. വികസന കാര്യങ്ങളിലെ ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ടുള്ള എൻ്റെ 15 വർഷക്കാലത്തെ പ്രവർത്തനം. നമ്മൾ ഇരിട്ടിയിലാണ് നിൽക്കുന്നത്. ഇരിട്ടി താലൂക്ക്, ഇരിട്ടി മുനിസിപ്പാലിറ്റി, ഇരിട്ടിയിലെ ജോയിൻ്റ് RT ഓഫീസ്, ഇരിട്ടിയിലെ അതുപോലെ തന്നെയുള്ള മറ്റ് സഹകരണ AR ഓഫീസ്, ലാൻഡ് ട്രൈബ്യൂണൽ, അതുപോലെ താലൂക്ക് സപ്ലൈ ഓഫീസ്, ഇരിട്ടി പാലം, മലയോര ഹൈവേ, വളവുപാറ കൂട്ടുപുഴ പാലം, വളവുപാറ റോഡ്, ഇതെല്ലാം എത്രയോ കൊട്ടിയൂരിലേക്കുള്ള റോഡ് എത്രയോ മോശമായിരുന്നു. ഇന്നും അത് പൂർണ്ണമല്ല. കച്ചേരിക്കടവ് പാലം, ചുങ്കക്കുന്ന് പാലം, തൊണ്ടിയിൽ പാലം, അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ പറയാൻ സാധിക്കും. ഹയർ സെക്കൻഡറി സ്കൂളുകൾ, ജനങ്ങൾക്കൊപ്പം അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്നു. ഒരു MLA എന്ന നിലയിൽ നിയമസഭയിൽ ഏതാണ്ട് എല്ലാ ദിവസങ്ങളിലും. ശരി, സണ്ണി ജോസഫ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. ഈ പട്ടിക ഇറങ്ങുന്ന കാര്യത്തിൽ സണ്ണി ജോസഫിനും കൃത്യമായ മറുപടി ഒന്നും തന്നെ ഇല്ല. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്, വൈകാതെ വരുമെന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്.